ഒരു കാലത്ത് ലോക ക്രിക്കറ്റിൻ്റെ ഏറ്റവും തലപ്പത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന ഒരു താരം, ഐക്കൺ താരമായി നിന്ന ഇമ്രാൻഖാൻ ഇന്ന് ജയിലിലെ ഏറ്റവും നിലവാരം കുറഞ്ഞ സെല്ലിൽ ജീവന് വേണ്ടി മല്ലിടുന്ന പശ്ചാത്തലം അത് പാകിസ്ഥാൻ പോലെയുള്ള ഒരു രാജ്യത്ത് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇമ്രാനോടുള്ള അത്രത്തോളം വലിയ പ്രതികാരം ആ സർക്കാർ അവർ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. 85% കാഴ്ചശക്തി ഇമ്രാന് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ്. കപിൽ ദേവും ഗവാസ്കറും ഗ്രെഗ് ചാപ്പലും അടക്കം ഒരു കാലത്ത് ഇമ്രാനൊപ്പം ക്രിക്കറ്റ് പിച്ചുകളിൽ കളിച്ചിരുന്നവരാണ്, താരങ്ങളായിരുന്നവരാണ്. ഇവരടക്കം 14 ഇതിഹാസങ്ങളാണ് ഇപ്പോൾ ഇമ്രാൻഖാനെ പുറത്തുവിടണം എന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. നമുക്കറിയാം. പക്ഷേ ഈ കത്തയച്ചതിൽ ഒപ്പിട്ടതിൽ പാക് താരങ്ങളൊന്നുമില്ല. പക്ഷേ ചില പാക് താരങ്ങളെങ്കിലും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പാക് താരങ്ങൾ ഭയം മൂലം ഈ കത്തിൽ ഒപ്പുവെച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. 73 വയസ്സാണ് ഇമ്രാൻഖാനുള്ളത്. പാകിസ്ഥാൻ സർക്കാരിന് മേൽ രാജ്യാന്തര സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ് ഈ താരങ്ങളുടെ ലക്ഷ്യം. അടിയന്തരമായി വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ലോക ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങൾ ഇത്തരത്തിൽ ഒരു നിലപാടുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് കത്ത് കൈമാറുകയും മറ്റും ചെയ്തു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഇന്നലെ വന്ന ഒരു വാർത്ത, പുതിയ ആധുനിക ജയിൽ, ചികിത്സാ സംവിധാനങ്ങളൊക്കെയുള്ള ഒരു ജയിൽ 3 മാസത്തിനകം അവിടെ പണി പൂർത്തിയാകും. അതിനുശേഷം ഇമ്രാനെ അങ്ങോട്ടേക്ക് മാറ്റും എന്നാണ്. പക്ഷേ അത്രത്തോളം കാലം ഇമ്രാൻ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും ഇപ്പോൾ സംശയമുണ്ട്. ഇന്ത്യൻ താരങ്ങളായ കപിൽ ദേവ്, സുനിൽ ഗവാസ്കർ എന്നിവർക്ക് പുറമെ ഇയാൻ ചാപ്പൽ, അലൻ ബോർഡർ, സ്റ്റീവ് വോ, കിം ഹ്യൂസ്, ബെർലിൻഡ ക്ലർക്ക്, മൈക്കൽ ആത്തർട്ടൺ, നാസർ ഹുസൈൻ, ഡേവിഡ് ഗവർ, മൈക്കൽ ബ്രിയർലി, ക്ലൈവ് ലോയിഡ്, ജോൺ റൈറ്റ് തുടങ്ങിയവർ ഈ നിവേദനത്തിൽ ഒപ്പിട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അജയ് സുധാ ബിജു തുടരുന്നുണ്ട്. അജയ്, ഇത് വല്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇമ്രാനെ പോലെ ഒരു താരത്തെ ട്രീറ്റ് ചെയ്യേണ്ട രീതി അത് പാകിസ്ഥാൻ അതിർവരമ്പുകൾ ലംഘിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിലാണോ താരം? രഞ്ജിത്ത്, ഇമ്രാൻഖാനെ ഇന്ത്യക്കാർക്ക് ആദ്യം പരിചയമുള്ളത് ഒരിക്കലും പാകിസ്ഥാൻ്റെ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലല്ല, ഒരു ക്രിക്കറ്റ് താരം എന്നുള്ള നിലയിലാണ് ഇന്ത്യക്കാർക്ക് പരിചയമുള്ളത്. പാകിസ്ഥാനിൽ ഒരുപാട് ഇന്ത്യൻ ക്രിക്കറ്റർമാരെ ആരാധിക്കുന്ന ഒരുപാട് നിരവധി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പാകിസ്ഥാനിലുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ക്രിക്കറ്റ് ഫാൻസ് ആയിട്ടുള്ള പലരും പാകിസ്ഥാനിലുള്ള പ്ലെയേഴ്സിനോട് ഇഷ്ടമുള്ളവരുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ പല ആളുകളും ആരാധനയോടെ കണ്ട വ്യക്തിത്വങ്ങളിലൊന്നും ാണ് ഇമ്രാൻഖാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ പലതിനും ഇന്ത്യക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇന്ത്യക്കാർ എന്നുള്ള നിലയിൽ നമുക്കും വിയോജിപ്പുണ്ട്. എന്നാൽ ഒരു ക്രിക്കറ്റ് താരം എന്നുള്ള നിലയിൽ ലോകമെങ്ങും ബഹുമാനം അർഹിക്കുന്ന താരമാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മതവും ജാതിയും രാഷ്ട്രവും എല്ലാം മറന്ന് ഈ അതിർത്തികൾ ഇല്ലാതാകുന്ന, ക്രിക്കറ്റിൻ്റെ ലോകത്ത് അതിർത്തികൾ ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഓസ്ട്രേലിയൻ മുൻ ക്യാപ്റ്റനായിട്ടുള്ള ഗ്രെഗ് ചാപ്പലിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭീമൻ കത്ത് അത് പാകിസ്ഥാൻ സർക്കാരിന് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ്. ഇതിൽ ഇന്ത്യയിൽ നിന്ന് സുനിൽ ഗവാസ്കറും അതുപോലെ തന്നെ കപിൽ ദേവ് തുടങ്ങിയിട്ടുള്ള താരങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഇവർക്കെതിരെ എല്ലാം ഇമ്രാൻഖാൻ കളിച്ചിട്ടുണ്ട്. ഇവരെ എല്ലാം പലപ്പോഴും കളിക്കളത്തിൽ വെള്ളം കുടിപ്പിച്ച താരം കൂടിയാണ് ഇമ്രാൻഖാൻ. എന്നാൽ തങ്ങളുടെ മുൻ സഹപ്രവർത്തകനായിട്ടുള്ള കളിക്കാരനായിട്ടുള്ള ഇമ്രാൻഖാന് വേണ്ടി ഇവരെല്ലാവരും ദേശരാഷ്ട്രങ്ങൾ മറന്ന് മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ പാകിസ്ഥാൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ അവരുടെ പല കാര്യങ്ങളിലുള്ള നിലപാടുകൾ പോലെ ദുരൂഹമായി തന്നെ തുടരുകയാണ്. അവർ പറയുന്നത് ഇസ്ലാമാബാദിൽ ഒരു പുതിയ അത്യാധുനിക സൗകര്യമുള്ള ജയിലിൻ്റെ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 മാസം കഴിഞ്ഞ് അതിലേക്ക് ഇമ്രാൻഖാനെ ഷിഫ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. എന്നാൽ നിലവിൽ അദ്ദേഹം നേരിടുന്ന അത് പാകിസ്ഥാൻ്റെ സുപ്രീം കോടതി നിയോഗിച്ചിട്ടുള്ള അമിക്കസ് ക്യൂറി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇമ്രാൻഖാൻ്റെ നില അതീവ ഗുരുതരമാണ്. വലത് കണ്ണിൻ്റെ കാഴ്ചശക്തി 85% നഷ്ടപ്പെട്ടു എന്ന് അമിക്കസ് ക്യൂറി വരെ സ്ഥിരീകരിക്കുന്നു. അപ്പോൾ സുപ്രീം കോടതിയുടെ നിലപാടിനെ കവച്ചു വെക്കുന്ന രീതിയിലാണ് പാകിസ്ഥാൻ സർക്കാർ ഇക്കാര്യത്തിൽ നിലപാടെടുത്തിരിക്കുന്നത്. ആരോഗ്യനില എന്ത് തരത്തിൽ വഷളായാലും കുഴപ്പമില്ല, ഈ ജയിലിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞ് അങ്ങോട്ട് മാറ്റുക മാത്രമേ നിർവാഹമുള്ളൂ എന്നുള്ള നിലപാട് തന്നെയാണ് പാകിസ്ഥാൻ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇമ്രാൻഖാൻ്റെ കുടുംബാംഗങ്ങൾ നിരവധി തവണ അദ്ദേഹത്തെ കാണണം എന്നാവശ്യപ്പെട്ട് കത്തുകൾ സമർപ്പിച്ചിരുന്നു. ഇത് പലതും നിഷേധിച്ച് അവസാനം 2 മണിക്കൂർ മാത്രം കൂടിക്കാഴ്ചയ്ക്ക് അനുവദിക്കുകയായിരുന്നു. ഈ ഇമ്രാൻഖാൻ കഴിയുന്ന ജയിലിനെ നരകം എന്നാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ പോലും, അവിടെ ജയിലിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ച മക്കൾ പോലും വിശേഷിപ്പിച്ചത്. അദ്ദേഹം ഇപ്പോൾ
ഇപ്പോൾ നിലവിൽ 2025 വന്ന ഒരു കോടതി വിധി പ്രകാരം 31 വർഷത്തെ കഠിന തടവിനാണ് ഇമ്രാൻഖാൻ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി പുതിയൊരു ആരോഗ്യ സംവിധാനം അദ്ദേഹത്തിന് ഉടൻ തന്നെ ലഭ്യമാക്കിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ അപകടം സംഭവിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരിമാർ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനിലെ മാധ്യമങ്ങളടക്കം ഇക്കാര്യത്തിൽ സർക്കാരിനെ വിമർശിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചിട്ടും സർക്കാർ ഇക്കാര്യത്തിൽ പൂർണ്ണമായി മുഖം തിരിക്കുകയാണ്. പാകിസ്ഥാനിലെ താരങ്ങൾ ആരും ഈ കത്തിൽ നിലവിൽ ഈ ഗ്രെഗ് ചാപ്പൽ സമർപ്പിച്ചിട്ടുള്ള കത്തിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ പോലും അവിടെയുള്ള വസീം അക്രം, അതുപോലെ വഖാൻ യൂനിസ്, ഷാഹിദ് അഫ്രീദി തുടങ്ങിയിട്ടുള്ള മുൻ താരങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി തങ്ങളുടെ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഒന്നിലും തന്നെ പാകിസ്ഥാൻ സർക്കാരോ അവിടുത്തെ സൈനിക മേധാവിയോ മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു.